ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചു കാണും. ഒപ്പം അതിന് തൊട്ടു മുൻപ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പാറശാലയിൽ സംസാരിക്കുന്നതാണ്. എന്താണ് നവകേരള സദസ്സിലൂടെ സർക്കാർ ലക്ഷ്യം വെച്ചത് എന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ നവകേരള സദസ്സിലൂടെ എല്ലാവരെയും ഒത്തുചേർത്ത് കൂടെ നിർത്തി ജനങ്ങളോട് കേരളത്തിൻ്റെ സ്വരം കേൾപ്പിക്കുക, ഇത് കേന്ദ്ര സർക്കാരിനെ കേൾപ്പിക്കുക, കേരളത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കണം, തരാനുള്ളത് തരണം എന്നറിയിക്കുക, ഇതൊക്കെയാണ് സർക്കാർ ഉദ്ദേശിച്ചത്. പക്ഷെ തുടക്കം മുതലേ തന്നെ കൂടെ നിൽക്കാതെ ബഹിഷ്കരിക്കുന്ന നിലപാടുമായി പോയ പ്രതിപക്ഷത്തിന് തികച്ചും അവരുടെ ബഹിഷ്കരണ തീരുമാനം തെറ്റാണെന്ന് ഇപ്പോൾ തെളിയുകയാണോ? ഈ രാഷ്ട്രീയ കേരളം ഈ നവകേരള സദസ്സ് തുടങ്ങുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് ഇപ്പോൾ സർക്കാർ തന്നെ, അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും മുന്നണിയുമൊക്കെ ആ രാഷ്ട്രീയത്തെ അങ്ങ് പിടിച്ചെടുത്തു എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? പ്രതിപക്ഷത്തിന് തെറ്റിപ്പോയോ? ലാലെ, കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല, ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ സംസ്ഥാന തലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു രാഷ്ട്രീയമായ ഒരു പരിപാടി ഒരു സർക്കാർ നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കുന്ന ഒരു പരിപാടി, കേരളം മുഴുക്കിയ ഒരു പര്യടനം, അതിൻ്റെ മുഴുക്കിയ മന്ത്രിസഭ അംഗങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാവരും കൂടി നടത്തുന്ന ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ നടത്തുന്ന പ്രവർത്തനം, അതൊരു വലിയ സംഭവം തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാണത്, സംശയമൊന്നുമില്ല. പക്ഷെ അതെന്ത് നേടി എന്നുള്ളത് തീർച്ചയായിട്ടൊരു വലിയ ചോദ്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ സജീവ പിന്തുണയുള്ള ഒരു നേതാവ് പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, അതിൻ്റെ രാഷ്ട്രീയമായിട്ട് പിന്തുണയുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, ഭരണത്തുടർച്ച നേടി അധികാരത്തിൽ വന്ന പിണറായി ഗവൺമെൻറ് എന്ന വിശേഷണം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് ഒരു ഇരട്ടിച്ച പിന്തുണ ഉണ്ട് എന്ന് പറയാം. അങ്ങനെ പിന്തുണയുള്ള, സജീവമായ പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊപ്പം നടത്തുന്ന ഇതുപോലെയുള്ളൊരു പര്യടനത്തിന് അതിൻ്റേതായ ജനപിന്തുണ പ്രത്യക്ഷമായി തന്നെ കിട്ടും, സംശയമൊന്നുമില്ല. പക്ഷേ ഇതെന്ത് ആത്യന്തികമായി നേടി എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വിശദമായിട്ട് ചർച്ച നടത്തേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോഴതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും കേരളത്തിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ച് വളരെ വ്യക്തമായ പൊതുവായ പ്രശ്നങ്ങളെക്കുറിച്ചൊരു വ്യക്തമായൊരു ധാരണയുണ്ടാക്കി കാണണം. അതേസമയം ഗവൺമെൻറ്റിൻ്റെ ഇപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അവസാനത്തെ വാചകങ്ങൾ കേരളത്തെ ഞെരുക്കാനാണ്. അതിനകത്ത് രാഷ്ട്രീയം, ഒരു രാഷ്ട്രീയ നേതാവ് എന്ത് കാണിച്ചാലും, എന്ത് പറഞ്ഞാലും, എന്ത് നടപടി സ്വീകരിച്ചാലും അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചതിൽ എനിക്ക് തോന്നുന്നു ഈ മൊത്തം യാത്രയുടെ ആപ്തവാക്യം അതുതന്നെയാണ്. അതായത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു, കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, കേരളത്തെ പിന്നോട്ടടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുന്ന ബി ജെ പി സർക്കാരിനും പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് രാഷ്ട്രീയമാണ്, സംശയമൊന്നുമില്ല. ഈ രാഷ്ട്രീയത്തെയാണ് നേരത്തെ ലാല് ചോദിച്ചതുപോലെ പ്രതിപക്ഷം എന്തിനെ എതിർക്കുന്നു എന്നുള്ളത്. പ്രതിപക്ഷത്തിന് രാഷ്ട്രീയമുണ്ട് ലാലെ. ഞാൻ പറയുന്നു, പ്രതിപക്ഷം എതിർക്കുന്നതിനകത്ത് അതിനകത്ത് അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ആ എതിർപ്പ് അവരുടെ രാഷ്ട്രീയമാണ്, അവരുടെ ധർമ്മമാണ്. പക്ഷേ ഇതിലേതാണ് കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്, ഇതിലേതാണ് ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ളത് എന്നുള്ളതാണ് ചർച്ചാ വിഷയം. അത് അടുത്ത ഘട്ടത്തിൽ